വീണ്ടും വരുന്ന ഞങ്ങളുടെ കർത്താവേ, അവിടുത്തെ വരവിനായി ഒരുങ്ങി കാത്തിരിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഇന്നത്തെ തിരുവചന ധ്യാനത്തിൽ തിരുസാന്നിധ്യമുണ്ടാകണം. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവേ, തിരുവചനം വിഭാഗിച്ചു കൊടുക്കുവാനുള്ള കൃപ അടിയന് നൽകണമേ. കേൾക്കുവാൻ നിൻ്റെ മക്കളുടെ ഹൃദയങ്ങളെയും ഒരുക്കണമെന്ന് യേശു രക്ഷിതാവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു ക്രിസ്മസ് കാലയളവിലേക്ക് നാം എല്ലാവരും വന്നു ചേർന്നിരിക്കുകയാണ്. ആഗമനത്തിൽ 4-ാം ഞായറാഴ്ചയാണ് ഇന്ന് നമുക്ക് ചിന്തിക്കുവാനായി നൽകിയിരിക്കുന്ന വിഷയം മാറാനാഥ, കർത്താവെ വരണമേ എന്നുള്ളതാണ്. പുതിയ നിയമത്തിൽ ഒരു സ്ഥലത്തു മാത്രം ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമാണ് മാറാനാഥ. ഇന്ന് നമ്മൾ 2-ാം പാഠമായി വായിച്ചു കേട്ട കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 16-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ ഇംഗ്ലീഷ് പരിഭാഷകളിൽ ആദ്യകാലങ്ങളിലെല്ലാം ഈ പദം ട്രാൻസ്ലേറ്റ് ചെയ്യാതെ മാറാനാഥ എന്ന പദം തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. ഇതൊരു അരമായിക്ക് പദമാണ്. 2 വാക്കുകൾ ഒരുമിച്ച് ചേർന്ന ഒരു പദമാണ് മാറാനാഥ. മാറാ ആഥ 2 പദങ്ങളാണ്. അർത്ഥം ഞങ്ങളുടെ കർത്താവെ വരണമേ എന്നുള്ളതാണ്. ഈ പദത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ആദിമ ക്രൈസ്തവരുടെ ഏറ്റവും വലിയ പ്രത്യാശയായിരുന്നു കർത്താവായ യേശു ക്രിസ്തു തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ വീണ്ടും വരും എന്നുള്ളത്. മാത്രവുമല്ല, പുറത്തുനിന്നും അകത്തുനിന്നും അനുഭവിക്കുന്ന പീഡനങ്ങൾ അവരുടെ പ്രത്യാശയ്ക്ക് ആക്കം കൂട്ടി എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. നമ്മുടെ കർത്താവ് പ്രാർത്ഥിക്കുവാനായിട്ട് ശിഷ്യന്മാരെ പഠിപ്പിച്ചപ്പോൾ ആ പ്രാർത്ഥനയിലൂടെ കർത്താവ് പറഞ്ഞത് നിൻ്റെ രാജ്യം വരണമേ എന്നുള്ളതാണ്. കർത്താവ് പെട്ടെന്ന് വരണമെന്നത് ദൈവജനത്തിൻ്റെ ആഗ്രഹമാണ്, പ്രത്യാശയാണ്, നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണത്. മശിഹായുടെ വരവ് ഇസ്രായേലിൻ്റെ പ്രതീക്ഷയായിരുന്നു എന്ന് പഴയ നിയമം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. മോശയ്ക്ക് ശേഷം രക്ഷകനായ ഒരു പ്രവാചകൻ്റെ ഭരണത്തിനായി ദൈവജനം കാത്തിരിക്കുകയായിരുന്നു. ആവർത്തന പുസ്തകം 18-ാം അധ്യായം 18-ാം വാക്യത്തിൽ നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എൻ്റെ വചനങ്ങളെ അവൻ്റെ നാവിന്മേലാക്കും. ഞാൻ അവനോട് കൽപ്പിക്കുന്നതൊക്കെയും അവൻ അവരോട് പറയും. കാത്തിരുന്ന ഒരു ജനതയുടെ നടുവിലേക്കാണ് മശിഹ വന്നത്. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷം നാം വായിക്കുമ്പോൾ 1-ാം അധ്യായം 11-ാം വാക്യത്തിൽ അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. തങ്ങളെ വിടുവിക്കുന്ന, തങ്ങളെ രക്ഷിക്കുന്ന, ആത്മീകവും ഭൗതികവുമായി വീണ്ടെടുക്കുന്ന ഒരു മശിഹായ്ക്ക് വേണ്ടി കാത്തിരുന്ന ജനത്തിൻ്റെ നടുവിലേക്ക് മശിഹ വന്നപ്പോൾ അവനെ തിരിച്ചറിയുവാൻ ആ ജനതയ്ക്ക് ഭാഗ്യമുണ്ടായില്ല. അവർ അവനെ തിരസ്കരിച്ചു എന്ന് നാം വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1:12 അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ആ അവസരം, സന്ദർഭം തക്കവിധം ഉപയോഗിക്കുവാനായിട്ട് കഴിയാത്ത ഒരു ജനത്തെയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. 3 കാര്യങ്ങളാണ് മാറാനാഥയെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചവരുടെ പ്രത്യാശയാണ് മാറാനാഥ. യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചവരുടെ പ്രത്യാശ. യേശു വീണ്ടും വരും എന്നത് ദൈവമക്കളുടെ പ്രത്യാശയാണ്. നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് വാഗ്ദത്തം നൽകി താൻ വീണ്ടും വരുമെന്ന്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന്
പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. യേശു വീണ്ടും വരുമെന്ന് താൻ തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ യേശു വീണ്ടും വരുന്നത് എന്നാണ് കർത്താവ് വീണ്ടും വരുവാൻ പോകുന്നത്? യേശു വീണ്ടും വരുമെന്നത് നിശ്ചയമാണ്. എന്നാൽ യേശു എപ്പോൾ വരുമെന്ന് ആർക്കും കൃത്യമായി പറയുവാൻ സാധ്യമല്ല. മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 32-ാം വാക്യത്തിൽ, ആ നാളും നാഴികയും സംബന്ധിച്ചോ പിതാവല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. യേശു ഒരുപക്ഷെ നാളെ വരാം, അടുത്ത മാസം വന്നേക്കാം, അല്ലെങ്കിൽ അടുത്ത വർഷം വന്നേക്കാം, അല്ലെങ്കിൽ ഇനി ഒരു 100 വർഷം കഴിഞ്ഞ് വന്നേക്കാം. എപ്പോൾ കർത്താവ് വന്നാലും എൻ്റെയും നിങ്ങളുടെയും ഭാഗത്ത് നാം ചെയ്യേണ്ടത് ഒന്ന് മാത്രം: വീണ്ടും വരുന്ന കർത്താവിന് വേണ്ടി ഒരുങ്ങി ജാഗ്രതയോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുക. ആളുകൾ ചോദിക്കുന്ന വേറൊരു ചോദ്യം, യേശു വീണ്ടും വരാൻ താമസിക്കുന്നത് എന്താ? എന്തുകൊണ്ടാണ് യേശു വരാൻ താമസിക്കുന്നത്? എത്രയും ആളുകൾ മാനസാന്തരപ്പെടുന്നതിനും യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നതിനും വേണ്ടി സ്വർഗം കാത്തിരിക്കുന്നു എന്ന് ആ ചോദ്യത്തിന് മറുപടിയായി പറയാൻ കഴിയും. കാരണം 2 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ അവിടെ പത്രോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തുകയാണ്, ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവ് വരുവാൻ താമസിക്കുന്നു എന്ന് നാം വിചാരിക്കുന്നത് പോലെ അവൻ താമസിക്കുന്നില്ല. സുവിശേഷം എല്ലാ സ്ഥലങ്ങളിലും എല്ലാ വ്യക്തികളോടും ഘോഷിക്കപ്പെടുമ്പോൾ ആളുകൾ മാനസാന്തരപ്പെടുന്നതിനു വേണ്ടി ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നതേയുള്ളൂ എന്ന് ചിന്തിക്കാനായിട്ടാവും. യേശു വരുമ്പോൾ എത്ര പേർ അവനോടുകൂടെ കാണും? ഇതൊരു മറ്റൊരു ക്വസ്റ്റ്യനാണ്. യേശു കർത്താവ് വീണ്ടും വരുന്നത് തൻ്റെ വിശ്വാസ സമൂഹത്തെ, തൻ്റെ മക്കളെ തന്നോടുകൂടെ ചേർക്കുവാനായിട്ടാണ്. അതിന് നമുക്ക് ആർക്കും സംശയമില്ല. എന്നാൽ യേശു വരുമ്പോൾ എത്ര പേര് യേശുവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്നുള്ളത് ഞാനും നിങ്ങളും ചിന്തിക്കുന്ന ഒരു ചോദ്യമാണ്. യേശുവിൻ്റെ 2-ാം വരവ് മഹത്വമേറിയ പ്രത്യക്ഷതയാണ്. മഹത്വമേറിയ പ്രത്യക്ഷതയാണ് യേശുവിൻ്റെ 2-ാം വരവ്. പ്രകാശപൂരിതവും ശബ്ദമാനവുമായിരിക്കും അത്. അന്ന് ഭൂമിയിലുള്ള സകലരും കർത്താവിനെ കാണും. യേശുവിൻ്റെ 2-ാമത്തെ വരവിങ്കൽ ഈ ഭൂമിയിലുള്ള സകലരും മേഘാരൂഢനായി വരുന്ന കർത്താവിനെ കാണും എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. യേശു കർത്താവ് തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 27-ാം വാക്യത്തിൽ, മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രൻ്റെ വരവാകും എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രൻ്റെ വരവാകും. വീണ്ടും മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 30-31 വാക്യങ്ങൾ ഞാൻ വായിക്കാം. അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. അവൻ തൻ്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടും കൂടെ അയക്കും. അവർ അവൻ്റെ വൃതന്മാരെ ആകാശത്തിൻ്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് ഈസ് നോട്ട് എ ജോക്ക്, ഇറ്റ് ഈസ് എ റിയാലിറ്റി. ഒരിക്കലൊരു മദ്യപാനിയായ വിശ്വാസി ഉണ്ടായിരുന്നു. പെട്ടെന്ന് നിങ്ങൾ ചോദിക്കും, മദ്യപാനി വിശ്വാസിയാണോ എന്ന്. വിശ്വാസികളായ മദ്യപാനികൾ ഉണ്ടെന്നാണ് പലപ്പോഴും മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഒരിക്കൽ ഞാൻ പറയുന്ന ഈ മനുഷ്യൻ നന്നായി മദ്യപിച്ചു.
ഏതുവഴിയാണ് നടക്കുന്നത് എന്ന് അവൻ അറിയില്ല. അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകുകയാണ്. അവൻ പോകുന്ന വഴിയിൽ ഒരു സെമിട്രി ഉണ്ടായിരുന്നു. അതിൻ്റെ ഗേറ്റ് തുറന്നു കിടന്നതുകൊണ്ട് അവൻ ആ സെമിട്രിയിലേക്ക് പ്രവേശിച്ചു. അത് സെമിട്രി ആണെന്നോ ഒന്നും അവൻ അറിയില്ല. അതവൻ്റെ വീടാണെന്നാണ് അവൻ മനസ്സിലാക്കിയത്. അവൻ അവിടെ കിടന്ന് ഉറങ്ങി. വെളുപ്പം കാലത്ത് അതുവഴി ട്രെയിൻ അലാറം അടിച്ചുകൊണ്ട് ഇങ്ങനെ വരികയാണ്. ഞാൻ ഈ പറഞ്ഞ പുള്ളിക്കാരൻ ഞെട്ടി ഉണർന്നു. അവൻ ചിന്തിച്ചു, കർത്താവ് വരികയാണ്, മേഘാരൂഢനായിട്ടാണ് വരുന്നത്, കാഹള ധ്വനിയോടുകൂടെയാണ് വരുന്നത് എന്ന് അവന് ചിന്തിച്ചു. അവന് ആ ഒരു വായിച്ചതും കേട്ടതും ഒക്കെ അവന് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ പെട്ടെന്ന് പുള്ളി ചാടി എഴുന്നേറ്റു. കർത്താവ് വരികയാണ്, ചാടി എഴുന്നേറ്റപ്പോൾ അവൻ നോക്കുമ്പോൾ ഒരൊറ്റ കല്ലറ പോലും തുറന്നിട്ടില്ല. ആരും ഉയർത്തെഴുന്നേറ്റില്ല. താൻ മാത്രമാണ് ഉയർത്തെഴുന്നേറ്റത് എന്നാണ് ഞാൻ ഈ പറഞ്ഞ ആൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവ് വരുന്നതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ധാരണയുണ്ടായിരിക്കും. കർത്താവ് വരുമോ ഇല്ലയോ അങ്ങനെയുള്ള സംശയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. കർത്താവ് വീണ്ടും വരുമെന്നുള്ളത് സുനിശ്ചിതമാണ്, നിശ്ചയമായിട്ടും സംഭവിക്കുന്ന ഒരു സംഗതിയാണ്. ആരവനോടുകൂടെ കാണുമെന്ന് ചോദിച്ചാൽ, യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനം, അവൻ്റെ വചനം അനുസരിച്ച് ഈ ലോകത്തിൽ ജീവിക്കുന്ന തൻ്റെ മക്കൾ നിശ്ചയമായും മേഘങ്ങളിൽ അവനെ എതിരേൽപ്പാൻ എടുക്കപ്പെടും എന്നതിന് യാതൊരു സംശയവുമില്ല. രണ്ടാമതായി, ജഡം ധരിച്ച കർത്താവിനെ സ്വീകരിക്കുന്നതിനുള്ള ഒരുക്കമാണ് മാറാനാഥ. ഇനി ഒരു 2 ദിവസം കൂടെ കഴിഞ്ഞാൽ ക്രിസ്മസായി. വചനം ജഡം ധരിച്ച കർത്താവിനെ സ്വീകരിക്കുന്നതിനുള്ള ഒരുക്കമാണ് മാറാനാഥ. യേശുവിൻ്റെ തിരുജനനം ആഘോഷിക്കുന്ന ജനത്തിൻ്റെ ഉത്തരവാദിത്വമാണ് യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനായി തങ്ങളെ തന്നെ ഒരുക്കുക എന്നത്. യേശു രണ്ടാമത് വരുമെന്ന് വിശ്വസിക്കുന്നവർക്കാണ് ഈ ക്രിസ്മസ് അർത്ഥവത്തായിട്ട് തീരുന്നത്. യേശു വീണ്ടും വരുമെന്ന് നിശ്ചയമായും വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് ക്രിസ്മസ് അർത്ഥപൂർണമായിരിക്കുമെന്നതിന് തർക്കമില്ല. ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം 36-ാം വാക്യം വായിക്കുമ്പോൾ, മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽക്കുവാൻ നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീനെന്ന് രേഖപ്പെടുത്തുകയാണ്. മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽക്കുവാൻ നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. യേശുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് ഞാനും നിങ്ങളും ഉദ്ഘോഷിക്കുന്ന ഈ നാളുകളിൽ ദൈവജനത്തെക്കുറിച്ച് ചിന്തിക്കണം. കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയെക്കുറിച്ച് ചിന്തിക്കണം. സഭ ഉറക്കത്തിലാണോ മയക്കത്തിലാണോ? 10 കന്യകമാരുടെ ഉപമ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. നാം ഉണർന്നും ജാഗ്രതയോടും ബുദ്ധിയോടും കൂടെ കാത്തിരിക്കുമ്പോൾ മാത്രമേ യേശുവിനോടുകൂടെ എടുക്കപ്പെടുവാൻ ഇടയാകുകയുള്ളൂ. ഇല്ലെങ്കിൽ ഞാനും നിങ്ങളും തള്ളപ്പെടുമെന്നതിന് സംശയമൊന്നുമില്ല. അന്ന് 2 പേര് വയലിലായിരിക്കും, ഒരുവനെ എടുക്കും, ഒരുവനെ ഉപേക്ഷിക്കും. 2 പേരെ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ എടുക്കും, മറ്റവളെ ഉപേക്ഷിക്കും. ഇത് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്ന വസ്തുതയാണ്. കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കുന്നവർ എങ്ങനെ കർത്താവ് വരും എന്ന് ചോദിക്കുന്നത് സ്വാഭാവികമാണ്. എങ്ങനെയാ കർത്താവ് വരുന്നത്? നാം അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം വായിക്കുമ്പോൾ 1-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങളിൽ അവിടെ ദൈവത്തിൻ്റെ ദൂതന്മാരെ നമ്മൾ കാണുന്നുണ്ട്. ഇത് പറഞ്ഞ ശേഷം അവർ കാണെ അവൻ ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അവൻ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് എപ്രകാരം കരേറിപ്പോയോ അപ്രകാരം തന്നെ അവൻ വീണ്ടും വരും എന്ന് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയാണ്.
തെസ്സലോനിക്ക ലേഖനം നമുക്ക് വളരെ സുപരിചിതമാണ്. 1 തെസ്സലോനിക്കർ 4:16-17 വാക്യങ്ങളിൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരം പ്രാപിച്ച് മേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കർത്താവ് ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ദുഷ്ടന്മാർ നിലവിളിക്കും, മലകളെ ഞങ്ങളുടെ മേൽ വീഴുവീൻ എന്ന് പറയും. യേശു കർത്താവിൻ്റെ മുഖം കാണാൻ ദുഷ്ടന്മാർ ഭയപ്പെടും, അനീതി ചെയ്യുന്നവർ ഭയപ്പെടും. കാരണം ദുഷ്ടന്മാർക്ക് നിത്യമായ ന്യായവിധി ലഭിക്കും. കാരണം അവർ ദൈവത്തെ അറിഞ്ഞില്ല, സുവിശേഷം അനുസരിച്ചില്ല. അതാണ് അവരുടെ തെറ്റ് എന്ന് നാം ഓർക്കേണ്ടതാണ്. കൊരിന്ത്യ ലേഖനം നാം വായിക്കുമ്പോൾ 1 കൊരിന്ത്യർ 15:52-53 വാക്യങ്ങളിൽ കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യുമെന്ന് രേഖപ്പെടുത്തുകയാണ്. പ്രതിഫലം നൽകുവാനാണ് കർത്താവ് വീണ്ടും വരുന്നത്. പ്രതിഫലം നൽകുന്നതിന് അവൻ വീണ്ടും വരുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-34 വാക്യത്തിൽ വലത്തുള്ളവരോട് രാജാവ് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ എന്ന് പറയും. തന്നോടുകൂടെ നിത്യത പങ്കിടുവാൻ, നിത്യത അനുഭവിക്കുവാൻ കർത്താവ് എന്നെയും നിങ്ങളെയും ക്ഷണിക്കുന്നു. നിത്യതയിൽ കണ്ണുനീരില്ല, രോഗമില്ല, ദുഃഖമില്ല, മുറവിളിയില്ല എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു റിയാലിറ്റിയാണ്, അത് വാസ്തവമാണ്, സുനിശ്ചിതമാണ്, നിശ്ചയമായും സംഭവിക്കുന്ന ഒരു സംഗതിയാണ്. കർത്താവ് തൻ്റെ വാക്ക് നിവർത്തിക്കും. അവൻ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും തൻ്റെ വാഗ്ദത്തം കർത്താവ് നിവർത്തിക്കുമെന്നതിന് സംശയമൊന്നുമില്ല. ഡോക്ടർ സ്കോട്ട് ഹാൻ എന്ന് പറയുന്ന ഒരു തിയോളജിയൻ, അമേരിക്കൻ തിയോളജിയനാണ്. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, എ ഫാദർ ഹു കീപ്സ് ഹിസ് പ്രോമിസസ് എന്നാണ് ആ ബുക്കിൻ്റെ പേര്. നോർത്ത് വെസ്റ്റ് അർമീനിയയിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി. 6.9 റിച്ചർ സ്കെയിലിൽ ഒരു വലിയ ഭൂമികുലുക്കം അവിടെ അനുഭവപ്പെട്ടു. 30,000 പേര് ആ ഭൂകമ്പത്തിൽ മരിക്കുകയുണ്ടായി. ഈ ഭൂകമ്പം ഉണ്ടാകുമെന്ന് ദിവസങ്ങൾക്ക് മുമ്പേ പത്രങ്ങളിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും ജനങ്ങളെ അറിയിച്ചു. സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറാൻ പറഞ്ഞു. പക്ഷേ സുരക്ഷിതമായ സ്ഥലം എവിടെയാണെന്ന് മാത്രം അർമീനിയൻ ഗവൺമെൻറ്റിന് പറഞ്ഞു കൊടുക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് ജനങ്ങൾക്ക് മാറുവാനോ എങ്ങോട്ട് മാറണമെന്നറിയാതെ നട്ടം തിരിയുകയാണ്. പതുപോലെ രാവിലെ സ്കൂളിൽ പോകുന്ന അർമോണ്ട് എന്ന് പറയുന്ന കൊച്ചു പൈതൽ തൻ്റെ അപ്പനോട് ചോദിച്ചു, പപ്പ സ്കൂളിൽ പോകട്ടെ? അപ്പോൾ അവൻ്റെ പിതാവ് പറഞ്ഞു, നീ സ്കൂളിൽ പോകാനായിട്ട് പറഞ്ഞു. എന്തു വന്നാലും മോനെ ഞാനുണ്ടാവും എന്ന് ഈ പിതാവ് തൻ്റെ മകനോട് പറഞ്ഞു. എന്തു വന്നാലും ഞാനുണ്ടാവും എന്ന്. അവർ സ്കൂളിൽ നട്ടുച്ച സമയത്താണ് ഈ ഭൂകമ്പം ഉണ്ടായത്. ആ സ്കൂള് തകർന്നു വീണു. ആ സ്കൂളിലെ 35 കുട്ടികൾ ആ സ്കൂളിൻ്റെ മേൽക്കൂരയ്ക്ക് കീഴിലായി. ആ ദേശത്തെല്ലാം വലിയ ഭൂകമ്പം ഉണ്ടായതുകൊണ്ട് അനേകര് മരിച്ചുപോയി. എവിടൊക്കെ എന്തൊക്കെ സംഭവിച്ചു എന്ന് മനസ്സിലാക്കാൻ തന്നെ പ്രയാസം. ഈ അർമോണ്ടിൻ്റെ പിതാവ് ഒരു വിധത്തിൽ തപ്പിത്തടഞ്ഞ് ഈ സ്കൂളിൻ്റെ സ്ഥലം ഏകദേശം അദ്ദേഹം മനസ്സിലാക്കി. തകർന്നു കിടക്കുന്ന ആ അവശിഷ്ടങ്ങൾ അദ്ദേഹം പതുക്കെ മാറ്റാനായിട്ട് തുടങ്ങി. കുറേ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ കുറേ ആളുകളൂടെ അദ്ദേഹത്തെ സഹായിച്ചു. 30 മണിക്കൂറുകളോളം അവർ പണിതു. എന്നിട്ടും ഒരു ജീവൻ്റെ ചലനമോ അനക്കമോ ഒന്നും കേൾക്കുവാനായിട്ട് കഴിഞ്ഞില്ല. 35 മണിക്കൂറായി, 36 മണിക്കൂറായി. 37ാമത്തെ മണിക്കൂറിൽ അദ്ദേഹം മകൻ്റെ പേര് വിളിച്ചുകൊണ്ടാണ് ഈ അവശിഷ്ടങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഞരക്കമുണ്ടായി. അടുത്ത നിമിഷം അവൻ വിളി കേട്ടു. അങ്ങനെ ആ കെട്ടിട അവശിഷ്ടങ്ങൾ മാറ്റിക്കഴിഞ്ഞപ്പോൾ 35 കുട്ടികളിൽ 14 കുട്ടികളെയും രക്ഷിക്കുവാനായിട്ട് സാധിച്ചു.
പ്രിയമുള്ളവരെ, ഈ ലോകത്തിലെ ഒരു പിതാവ് തൻ്റെ വാഗ്ദത്തം നിറവേറ്റുന്നു എങ്കിൽ നിശ്ചയമായും സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് താൻ പറഞ്ഞത് നിവർത്തിക്കുമെന്നതിന് യാതൊരു തർക്കവുമില്ലാത്ത സംഗതിയാണ്. അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും സുനിശ്ചിതമാണ്. അവൻ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കുമെന്നതിന് സംശയമൊന്നുമില്ല. അവസാനമായി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച കർത്താവിൻ്റെ ജഡാവതാരമാണ് മാറാനാഥ. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച കർത്താവിൻ്റെ ജഡാവതാരം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് രേഖപ്പെടുത്തുകയാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകം നാം വായിക്കുമ്പോൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ അതിനും മുമ്പുള്ള ഒരു കാലത്തെക്കുറിച്ചാണ് യോഹന്നാൻ പറയുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനമായവനാണ് കന്യകയുടെ മകനായി ജഡം ധരിച്ച് ഈ ഭൂമിയിലേക്ക് വന്നത്. യോഹന്നാൻ 1:14 വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു എന്ന് പറയുകയാണ്. വെളിപ്പാട് പുസ്തകത്തിലെ യോഹന്നാൻ രേഖപ്പെടുത്തുന്നത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 1-ാം വാക്യം നാം വായിക്കുമ്പോൾ, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു എന്ന് പറയുകയാണ്. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അരുളി ചെയ്തു, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന്, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം, നമ്മുടെ കയ്യിലെ വേദപുസ്തകം ഉണ്ടെങ്കിൽ എടുക്കുന്നത് നന്നായിരിക്കും. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ പറയുകയാണ്, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഞാൻ ആൽഫയും ഒമേഗയും ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു എന്ന് ഇവിടെ യോഹന്നാൻ രേഖപ്പെടുത്തുകയാണ്. വീണ്ടും അതിൻ്റെ 17-ാം വാക്യം നാം നമുക്ക് വായിക്കാം. വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു, കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. 22-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം, ഇത് സാക്ഷീകരിക്കുന്നവൻ, അതെ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു, അതെ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ആമീൻ കർത്താവായ യേശുവേ വരേണമേ, ആമീൻ കർത്താവായ യേശുവേ വരേണമേ. വെളിപ്പാട് പുസ്തകം അവസാനിക്കുന്നത് കർത്താവായ യേശുവേ വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. കർത്താവേ വരണമേ എന്ന് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ, ആർ യു റെഡി ടു റിസീവ് ദ ലോർഡ്? കർത്താവിനെ സ്വീകരിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറായിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. എൻ്റെ കർത്താവെ നീ വരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ വീണ്ടും വരുന്ന കർത്താവിനെ സ്വീകരിക്കുവാൻ ഞാനും നിങ്ങളും ഒരുങ്ങിയിട്ടുണ്ടോ? നിന്റെ രാജ്യം വരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ആർ യു ഷുവർ ദാറ്റ് യു വിൽ ബി ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്? നിന്റെ രാജ്യം വരണമേ എന്ന് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ ആ പ്രാർത്ഥന ഞാനും നിങ്ങളും ചൊല്ലുമ്പോൾ ദൈവത്തിൻ്റെ രാജ്യത്തിൽ ഞാനും നിങ്ങളും കാണുമോ എന്ന് ശോധന ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും ഇടയാകേണ്ടത് വളരെ ആവശ്യമാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ കർത്താവ് വരികയാണെങ്കിൽ, ഇന്ന് എന്നെയും നിങ്ങളെയും വീണ്ടെടുത്ത കർത്താവ് വരികയാണെങ്കിൽ അവനോടുകൂടെ ഞാനും നിങ്ങളും കാണുമോ? അനേകം ആളുകൾ തങ്ങളുടെ കല്ലറയെ പൊട്ടിച്ചുയർത്തെഴുന്നേൽക്കുമ്പോൾ, ജീവനോടിരിക്കുന്നവർ രൂപാന്തരം പ്രാപിച്ച് മേഘങ്ങളിൽ എടുക്കപ്പെടുമ്പോൾ അവരോടുകൂടെ ഞാനും നിങ്ങളും കാണുമോ എന്ന് നമ്മോട് തന്നെ ചോദിക്കണം. ഇല്ലെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുക, ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി തീരുക. രണ്ടാമത്തെ വരവൊരു ജോക്കല്ല, ഒരു തമാശയല്ല, ഇതൊരു റിയാലിറ്റിയാണ്. ഇത് വസ്തുനിഷ്ഠമാണ്, നിശ്ചയമായും സംഭവിക്കുന്ന ഒരു കാര്യമാണ്.
എന്നാൽ എൻ്റെ യേശു വീണ്ടും വരുമ്പോൾ അവനോടുകൂടെ കാണും എന്നുള്ള വിശ്വാസത്തോടെ, പ്രത്യാശയോടെ ഒരുങ്ങി കർത്താവിന് വേണ്ടി ജാഗ്രതയോടുകൂടെ കാത്തിരിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. എൻ്റെ യേശുവേ, നിന്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവൻ്റെ രാജ്യത്തിൽ അവനോടുകൂടെ കാണും എന്ന് നിശ്ചയമായി പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിൽ ജീവിപ്പാൻ, കർത്താവിനെ സാക്ഷിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇടയാകട്ടെ. നമ്മെ തന്നെ നമുക്ക് അതിനായി സമർപ്പിക്കാം. ഈ ക്രിസ്മസ് കർത്താവിൻ്റെ വരവ് നിശ്ചയമായും സംഭവിക്കുമെന്നുള്ള ആ നിശ്ചയത്തോടെ, ഉറപ്പോടെ കൊണ്ടാടുന്നതിന്, നമ്മെ തന്നെ ദൈവസന്നദ്ധയിൽ സമർപ്പിക്കുന്നതിന് സർവശക്തനായ ദൈവം കൃപ ചെയ്യുമാറാകട്ടെ. ആമേൻ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.